ചെറുങ്ങനെ എല്ലാവർക്കും മടിയുണ്ടാവില്ല. എനിക്ക് മടിയാണ്, ഞങ്ങൾക്ക് പണിയല്ല, കുനിയാനെല്ലാം പണിയാണ്. അപ്പൊ കുനിയേണ്ട സാഹചര്യം വന്നാൽ കുനിയും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിസീനൊക്കെ? അയാലും മമ്മു വെസ്റ്റാ. അപ്പൊ എങ്ങനെ എടാ ഈ എങ്ങനെ ഹായ് ഗൈസ്, ഇത് വെറൈറ്റി മീഡിയയിൽ വന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കുറെ ചായവും വാരി തേച്ച് മുഖത്ത് കുറെ ഓവർ ക്യൂട്ട്നെസ്സും വാരി വിതറി ഡബിൾ മീനിങ്ങിന്റെ കുറെ ചോദ്യങ്ങളും ചോദിച്ച് കൊഞ്ചി കുഴഞ്ഞ് വല്ലാത്തൊരു ജാതി ഇക്കിൾ സംസാരം ഇരിക്കും. എന്നിട്ട് പറയാം ട്രെൻഡിങ് ഇന്റർവ്യൂന്ന്. എന്തോ ജാതി വൃത്തികേടുകളാ ഈ പെണ്ണുങ്ങൾ വന്ന് പറയാൻ ചോദിക്കുകയും ചെയ്യുന്നേ. ഓൺലൈൻ ഇന്റർവ്യൂ എന്ന പേരും ഈ പ്രഹസനങ്ങൾ വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഞാൻ ന്യായീകരിക്കല്ല, എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറയാം. എപ്പോഴും നമ്മുടെ മുഖംമൂടി അങ്ങനെ തന്നെ മുഖത്തിരിക്കത്തില്ല, പലപ്പോഴും അത് അഴിഞ്ഞു വീഴും. ഇത് വെറും പക്വതയില്ലായ്മയാണ്. ഉപചോദ്യങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ പറയിപ്പിക്കാനുള്ള ആ ഒരു തത്രപ്പാടുണ്ടല്ലോ, അത് സംസ്കാരമുള്ള വ്യക്തിത്വമുള്ള ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതല്ല. ഈ ഓവർ ക്യൂട്ട്നെസ് കാണിച്ച് ഓവറായി പോയ സിറ്റുവേഷൻ കയ്യിന്ന് പോയി, കാര്യങ്ങൾ കയ്യിന്ന് പോയി. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. സോ പതറ്റിക് ആൻഡ് ഇമ്മച്വർ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അൺകണ്ടീഷണൽ മാപ്പ് അത് അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ടേ. ഇത് അപ്ലോഡ് ചെയ്യുന്ന നേരം എഡിറ്റർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടല്ലോ, അവിടെ ഒരു കുഞ്ഞുമില്ലായിരുന്നോ? ഏറെയുമ്പം ഇതെങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമുള്ള ഒരുത്തരും അവിടെ ഇല്ലായിരുന്നു എഡിറ്റേഴ്സ് ബോർഡില്? നിങ്ങൾ മാത്രമല്ല, കുറെ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ചൊറ പറച്ചിലും കൊഞ്ചലും ഓവർ ക്യൂട്ട്നെസ്സുമാണ് ഇന്റർവ്യൂ എന്ന് കരുതുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഇപ്പം പുതിയ ട്രെൻഡാണത്. ഒന്നുമില്ല, നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിങ്ങനൊരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. നിങ്ങൾ അതിന്റെ ആഘാതം നന്നായിട്ട് മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയാസും ഒക്കെ ഇതിനെ ഒരു വിഷയമാക്കിയപ്പോഴും നിങ്ങളുടെ മെച്യൂരിറ്റിയിലായ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴുമാണ്. അതുവരെ നിങ്ങൾക്ക് അതിന്റെ ആഘാതം മനസ്സിലായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ചാനലുകാർ എഴുതി തരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പോൾ വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കില്ല എന്ന് അല്ലെങ്കിൽ നോ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കഴിവതും ഒഴിവാക്കുക. ഇന്റർവ്യൂ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിലായാലും നമ്മൾ തന്നെ നമുക്കൊരു വേദി കിട്ടണം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിന്. ഒരു പഴഞ്ചൊല്ലില്ലേ, വിട്ട വളിയും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിപ്പം വലിയക്കാർ നാട്ടിലേക്കായി പോയല്ലോ സിസ്റ്റർ, നിങ്ങളുടെ കാര്യം. എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര, പയ്യന് കുളിച്ചും കാണാനുള്ള ത്വര, ആങ്കർ അതിനെ കുറിച്ച് ചോദിക്കാനും അറിയാനുമുള്ള ത്വര. ഈ ചെറുക്കനെ ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിൽ പിടിച്ചിടേണ്ട ഒരു ത്വര പോലീസിനുണ്ടായാൽ കംപ്ലീറ്റ് ആയി. പിന്നെ ആ വാർത്ത കിട്ടുമ്പോൾ ചാനലുകാരുടെ ത്വരയെ കുറിച്ച് പറയണ്ടല്ലോ. പാവം ഈ ലില്ലിക്ക് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കണ്ണ്